വളരെ മിനിമലായിട്ട് എങ്ങനെ നമുക്ക് നമ്മുടെ റൂം ഡെക്കോർ ചെയ്യാമെന്നാണ് ഈ വീഡിയോ സീരീസിലൂടെ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ നെക്സ്റ്റ് പാർട്ട് ഓഫ് ആ റൂം ഡെക്കോർ. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മളൊരു പേപ്പർ വാൾ ഫ്രെയിമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പേപ്പർ വാൾ ഫ്രെയിമിന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ഒന്ന് ഈ A4 ഷീറ്റാണ്. A4 ഷീറ്റിന് പകരം നമുക്ക് ചാർട്ട് പേപ്പർ ആയാലും എന്ത് കട്ടിയുള്ള പേപ്പർ ആയാലും നമുക്ക് യൂസ് ചെയ്യാം. സോ എൻ്റെ റൂം ഒരു ക്രീം കളറാണ് എൻ്റെ വാൾസിൻ്റെ കളർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചൂസ് ചെയ്തേക്കുന്നത് A4 ഷീറ്റാണ്, ദാറ്റ് ടു ഇൻ വൈറ്റ്. പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒരു കത്രിക വേണം നമുക്ക്, പിന്നെ പശ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഒരു പേനയോ പെൻസിലോ, പിന്നെ നമുക്ക് വേണ്ടത് സ്കെയിലാണ്. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ സ്കെയിലില്ല, അപ്പോൾ ഞാൻ അതിന് പകരമായിട്ട് ടേപ്പാണ് ഉപയോഗിച്ച് മാർക്ക് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പേപ്പർ വാൾ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട സാധനങ്ങൾ. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലൊരു A4 ഷീറ്റ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ A4 ഷീറ്റിൻ്റെ എല്ലാ ഭാഗത്തും, അതായത് ഈ ഒരു ഭാഗം, അതുപോലെ തന്നെ ഈ ഒരു ഭാഗം, ഇങ്ങനെ അങ്ങനെ 4 ഭാഗത്തായിട്ട് നമ്മൾ 1 സെൻറ്റിമീറ്റർ അളവിൽ ലൈൻസ് വരയ്ക്കണം. ലൈൻസ് വരയ്ക്കാതെ തന്നെ നമുക്ക് മടക്കിയും ലൈൻസ് ക്രിയേറ്റ് ചെയ്യാം. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഞാനിപ്പോൾ ഇവിടെ ടേപ്പാണ് ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എൻ്റെ കയ്യിൽ സ്കെയിലില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്കെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം ടേപ്പ് വെച്ച് മാർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്, പക്ഷെ നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. സോ അങ്ങനെ നമ്മൾ 1 സെൻറ്റിമീറ്റർ വെച്ചിട്ട് 4 ലൈൻസ് ഇവിടെ നമ്മൾ വരയ്ക്കണം. സോ അപ്പോൾ അത് വരച്ചിട്ട് കാണാം. അപ്പോൾ ഞാനങ്ങനെ ഒരു സൈഡിൽ വരച്ച് കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് എല്ലാ സൈഡിലും വരയ്ക്കാം. അങ്ങനെ നമ്മൾ എല്ലാ ബോർഡേഴ്സിലും നമ്മുടെ ലൈൻസ് വരച്ച് കഴിഞ്ഞു. ഇനി നമുക്കത് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എല്ലാതും വെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഫോൾഡ് ചെയ്യാന്നുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യണമെന്ന് കാണാം. അപ്പോൾ നമ്മുടെ ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് പെർഫെക്റ്റ് ഒന്നല്ലെങ്കിലും തിരക്കേടില്ലാത്തൊരു ഫ്രെയിം നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഇതിനകത്ത് ഇനി കുറച്ച് പിക്ചേഴ്സ് ഉള്ളിൽ ഒട്ടിക്കാം. സോ ഞാനിവിടെ പിക്ചേഴ്സ് എടുക്കുന്നത് ഈ ഇൻസ്റ്റാമാർട്ടിൻ്റെ കവറിൽ നിന്നാണ്. കാരണം ഇതിനകത്ത് കുറേ നല്ല പിക്ചേഴ്സ് ഉണ്ട് എനിക്ക് വേണ്ടത്. സോ ഞാൻ ഇതിനകത്തേക്ക് ഒട്ടിക്കണം. സോ നമുക്കത് ഒട്ടിച്ചിട്ട് കാണാം. അപ്പോൾ നമ്മളിനി ഈ പിക്ചേഴ്സ് ഇതിൻ്റെ ഉള്ളിൽ ഒട്ടിക്കാൻ പോവാണ്. സോ ഞാൻ കുറച്ച് റാൻഡം പിക്ചേഴ്സ് എനിക്കിഷ്ടപ്പെട്ടത് വെട്ടിയെടുത്തേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കൊള്ളണത് ഈ ഒരു ഫ്രെയിമിൽ ഒട്ടിക്കാം, ബാക്കിയുള്ളത് ബാക്കി ഫ്രെയിമിൽ ഒട്ടിക്കാം. സോ ഇതാണ് നമ്മളുണ്ടാക്കിയ ഫ്രെയിം. ബാക്കി ഫ്രെയിം കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ ഫ്രെയിമിന് അതിൻ്റേതായിട്ടുള്ള ഭാഗതകളുണ്ട്. കാരണം ഞാനൊരു ക്രാഫ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. സോ എൻ്റെ റൂം ഡെക്കോറിൻ്റെ ഭാഗമായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. സോ പക്ഷേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ ഒരു കുറേ ഫ്രെയിംസ് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാകും. സോ ഞാൻ ബാക്കി കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. ടോട്ടൽ നമ്മൾ 3 ഫ്രെയിം ചെയ്തെടുത്തു. ഒരു ഗേളിൻ്റെ പിക്ചർ, പിന്നെ ഒരു ഡോഗ്, പിന്നെ ഒരു ബൾബ് ആൻഡ് ഹെഡ്സെറ്റ് വെച്ചിട്ടൊരു തീമിലാണ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത്.
സോ നമ്മൾ വാളിൽ എല്ലാ ഫ്രെയിംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നന്നായി വന്നിട്ടുണ്ട്. സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു.